ട്രെയിൻ യാത്ര എന്തോ ഒരു രസമാണ് കാണാനല്ലേ. നല്ല ഭംഗിയാണ് ട്രെയിൻ യാത്രയിൽ സഞ്ചരിക്കുമ്പോൾ. പല കാഴ്ചകളും പല സംഭവങ്ങളും നമുക്ക് കാണാം. ഒരു പ്രത്യേക അനുഭൂതിയാണ് ഓരോ ട്രെയിൻ നമ്മളെ മറഞ്ഞു പോകുമ്പോഴും. ഒരു പ്രത്യേക സുഖമായിരുന്നല്ലേ. കണ്ട നല്ല എന്തോ ഒരു സ്പീഡിലാണ് പോകുന്നത്, വളരെ വേഗത്തിലല്ലേ. ഇപ്പോൾ ട്രെയിനിലിരുന്ന് ഒരുപാട് പുറത്തെ കാഴ്ചകളും കണ്ടങ്ങനെ ഞാൻ എറണാകുളത്തേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാണുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. പാടവും പറമ്പിലൂടെയും എല്ലാം ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് അറിയാത്ത ആളുകളും അറിയുന്നവരും ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യുന്നതാണ് ട്രെയിൻ. അപ്പോൾ നമുക്ക് പുതിയ ബന്ധങ്ങളും പുതിയ എന്താ പറയുക ഫ്രണ്ട്ഷിപ്പും തുടങ്ങാൻ പറ്റുന്നൊരു യാത്രയായിരിക്കാം ട്രെയിനിലെ യാത്ര. ഒരു എന്താ പറയുക ഓരോരുത്തർക്കും ഓരോ അനുഭൂതിയായിരിക്കും, ഓരോ ഓർമ്മകൾ വരുന്നതായിരിക്കും, പുതിയ ബന്ധത്തിന് തുടക്കങ്ങളായിരിക്കാം, ഒക്കെ ആയിരിക്കാം ഒരു ട്രെയിൻ യാത്ര. അപ്പം മെല്ലെ ഞാൻ ഇങ്ങനെ സഞ്ചരിച്ച് കൊണ്ടേയിരിക്കുകയാണ് ട്രെയിനിൽ. ഇപ്പോൾ ട്രെയിൻ അടുത്തുകൊണ്ടിരിക്കുന്നത് ഷൊർണൂരിലേക്കാണ്. ഒരു മെയിൻ ജംഗ്ഷനാണ് ഷൊർണൂർ. ഏത് ഭാഗത്തേക്കും ട്രെയിൻ കിട്ടുന്നതും ആ ജംഗ്ഷൻ വഴിയാണ് കടന്നു പോകുന്നതും എല്ലാവിധ ട്രെയിനുകളും. അതാണ് സംഗമിക്കുന്നൊരു സ്ഥലം. എല്ലാ ഭാഗത്തേക്കും സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് ഷൊർണൂർ ജംഗ്ഷൻ. അവിടെ വരാത്തതായ ട്രെയിനുകൾ ഉണ്ടാവില്ല. അപ്പം ഷൊർണൂരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ സഞ്ചരിക്കുന്ന ഈ ട്രെയിൻ. പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഷൊർണൂർ എത്തുമ്പോൾ ഒരു പതുക്കെയാണ് പോവുക. മെല്ലെ അടുത്തൊരു എന്താ പറയുക സിഗ്നൽ കിട്ടുന്നത് വരെ മെല്ലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം ട്രെയിന് ഷൊർണൂരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ കാണുന്ന ഒരുപാട് കാഴ്ചകളാണ്. ഒരുപാട് പാളങ്ങളും ഒരുപാട് ജംഗ്ഷനുകളും അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഷൊർണൂർ ജംഗ്ഷൻ. അപ്പം ഒന്ന് കണ്ടു നോക്കി, എത്ര പോര പാളങ്ങളാണ്. ഇതിപ്പോൾ എത്രാമത്തെ ട്രാക്കിലാണ്, രണ്ടോ മൂന്നാമത്തെ ട്രാക്കിലാണോ ഈ ട്രെയിൻ പോകുന്നത് തോന്നുന്നത്. ഇത് എറണാകുളമല്ല, തിരുവനന്തപുരത്തേക്കാണ്. അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഈ കൊണ്ടിരിക്കുന്നു തോന്നുന്നുണ്ട്. അപ്പം ഇതാ ട്രെയിന് ഷൊർണൂരിലേക്ക് എത്താറായി. ഷൊർണൂരെത്തി. അത് പക്ഷേ ഷൊർണൂർ ഞാൻ എടുത്തിട്ടില്ല, കാരണം എടുക്കാൻ വേണ്ടി നിന്നിരുന്നു, പക്ഷെ നടന്നില്ല. ഷൊർണൂർ കഴിഞ്ഞതേ നമ്മുടെ ഭാരതപ്പുഴയുടെ മേലക്കൂടെ, പാളത്തിൻ്റെ മേലക്കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നൊരു കാഴ്ചയാണിത്. എന്താണ് ഭംഗിയല്ലേ. കണ്ണെത്താ ദൂരത്ത് നീണ്ടു നിവർന്ന് കിടക്കുന്ന പുഴ, ഭാരതപ്പുഴ. മുകളിൽ നിന്ന് ട്രെയിനിൽ നിന്ന് ഇരുന്നിട്ട് എടുത്തൊരു ഷോട്ടാണ്, ഒരു വീഡിയോ. എന്താണല്ലേ, അങ്ങ് ദൂരെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് ഭാരതപ്പുഴ. ഇപ്പോൾ ചൂടുകാലമായിരുന്നത് കൊണ്ട് വെള്ളം കുറവാണ്, എന്നാലും വെള്ളമുണ്ട്. അപ്പോൾ അപ്പുറത്തെ പാലത്തിലൂടെ ബസ്സുകളും കാറുകളും വാഹനങ്ങളെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അത് സൂം ചെയ്ത് എടുത്തതാണ്. അപ്പോൾ എത്ര ക്ലാരിറ്റി ഉണ്ടാവും അറിയാലോ, മൊബൈലിന് എത്ര പോരാ സൂം ചെയ്ത ക്ലാരിറ്റി കിട്ടുമെന്ന്. അപ്പോൾ അങ്ങനെ എടുത്താണ്. വീണ്ടും ഭാരതപ്പുഴയിലോട്ട് ഞാൻ ക്യാമറ താഴ്ത്തി അങ്ങനെ ഭാരതപ്പുഴ കഴിഞ്ഞ് പോകുന്നു. അടുത്ത ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടോ, വളരെ വേഗത്തിലായിട്ട് പോകുന്നു. നമുക്ക് കാണുമ്പോൾ മെല്ലെ തോന്നും. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്ര അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. പാടങ്ങളും പറമ്പും എല്ലാം കവിഞ്ഞൊഴുകി എല്ലാം പുറകിലാക്കിക്കൊണ്ട് ട്രെയിൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടല്ല, കണ്ടു നോക്കൂ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാഴ്ചകളൊന്നുമില്ല, ഈ കാണുന്നത് തന്നെ ഉള്ളൂ. ട്രെയിനല്ല, അപ്പോൾ നമുക്കൊരു പരിധി ഉണ്ടല്ലോ കാഴ്ചകൾ എടുക്കാൻ. അപ്പുറത്തെ പാളത്തിൽ കാലിയാണ്, ട്രെയിനൊന്നും പോകുന്നില്ല. അപ്പം കണ്ടു നോക്കൂ. അറിയാതെ വിരലൊക്കെ ക്യാമറയുടെ സൈഡിൽ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. ആ ട്രെയിനിൻ്റെ ശബ്ദം കേട്ടപ്പോഴാട്ടോ ഞാൻ എടുത്തത്. നല്ല കുതിപ്പിലാണ്.
എത്ര പോര് യാത്രക്കാരുണ്ടാവില്ലേ ഓരോ ദിക്കിലേക്കും, പല ടെൻഷനും പല വിഷമങ്ങളും സന്തോഷവും പല ഒരുപാട് മനസ്സിലിട്ട് യാത്ര ചെയ്യാം. ഇത് അങ്കമാലിയാണ്. അങ്കമാലി ഈ ഒരുപാട് ലോറികൾ പഴയ മോഡൽ ലോറികളില്ലേ ആ കാണുന്നത് ഒരുപാടുണ്ട് ഇവിടെ. നമ്മുടെ സ്ഫടികത്തിലെ ലാലേട്ടൻ്റെ കയ്യിലുള്ള അങ്ങനത്തെ ലോറികൾ ഒരുപാടുണ്ട് അങ്കമാലി. അങ്കമാലി വന്നാൽ കാണാം. എത്ര ഒരു 10-100 ഉണ്ടാവും തോന്നുന്നുണ്ട്, അത്രയുണ്ട്. പക്ഷേ എടുക്കാൻ വൈകിപ്പോയി, പെട്ടെന്ന് കണ്ടപ്പോൾ എടുത്തപ്പോഴാണ് കുറച്ചേ കിട്ടിയുള്ളൂ. ഒരുപാടുണ്ടേ. അപ്പോൾ അത് അവിടെ ആ ലോറി കാണണമെന്നുണ്ടെങ്കിൽ അവിടെ പോയാൽ കാണാം. ഇപ്പോഴൊക്കെ കാണാൻ കുറവാണ് ഈ ലോറി, കാണാനേ ഉണ്ടാവില്ല. ഇതൊക്കെ മോഡേൺ ടോറസ് അങ്ങനത്തെ സംഭവങ്ങളല്ലേ. ഈ സാധനം ഇപ്പോഴും അവിടെ ഉണ്ട്, പോയാൽ കാണാം. അത് അവിടെ ഈ ഫുഡ്